അപ്പോൾ നമ്മുടെ മലയാളത്തിൻ്റെ ബിഗ് എംസ് ബിഗ് എംസ് ഓഫ് ഇന്ത്യൻ സിനിമ അങ്ങനെയാണ് പറയുന്നത്. മലയാളത്തിലെ ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ സ്റ്റാർ പടം, ഏറ്റവും കൂടിയ ബജറ്റുള്ള പടം. അതെ. അപ്പോൾ മഹേഷ് നാരായണൻ ഒരുക്കുന്ന പടത്തിൻ്റെ പേര് പാട്രിയോട്ടിൻ്റെ ഒരു ടീസർ വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. മമ്മൂക്ക തിരിച്ച് സെറ്റിൽ ജോയിൻ ചെയ്തേ ഉള്ളൂ കഴിഞ്ഞ ദിവസം. സോ അതിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. നമുക്ക് അയ്യോടെ ടീസർ ഒന്ന് കണ്ടു നോക്കാം. കേട്ടിട്ടില്ലാത്ത പ്രൊഡക്ഷൻ കമ്പനി. അതെ, എന്താണ് പരിപാടി എന്ന് അറിയാമോ? ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് ഫഹദല്ലേ? ഇത്രയും കാലം കൊണ്ട് അവർ നേടിയത് ഫോളോവേഴ്സിനല്ല, വിശ്വാസം. What does this mean? We are going to bring social sport people. മൊത്തം 3 പേരുണ്ട്. സാറിനെ തടുക്കാൻ കഴിയും. Student laptop stimulating program. Is that similar to Periscope? Hey, Rajiv. Or we'll do this when the owner nation here. Lost. പരിപാടി ഉണ്ട് കേട്ടോ മോനെ. ഇക്കാച്ചി വീരരാഘവ ഇല്ലേ? കൊള്ളാം. സെറ്റ് പരിപാടി. ഇവരൊക്കെ എപ്പോഴും ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ടോൺ ഇതാ. അതെ, അതായത് നമ്മൾ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഇവര് വരുമ്പം കുറച്ചുകൂടെ ഗ്രൗണ്ടഡ് ആയിട്ട് എന്നാൽ നമുക്ക് നല്ല കിടിലൻ ഒരു ഇമ്പാക്ട്. സിനിമയില് ബിഗ് ഗെയിംസിനെ റെസ്പെക്ട് ചെയ്തു, പക്ഷേ എലിവേറ്റ് ചെയ്യേണ്ട ഒരുപാട്. നമുക്കറിയാം ഇവരാരാണ്. അതെ, മഹേഷ് നാരായണനാണ്. അറിയാലോ, പുള്ളിയുടെ പരിപാടികൾ അറിയാലോ. അതെ, ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു പരിപാടി അല്ല കേട്ടോ, ഇത് ഭയങ്കര പരിപാടിയാണ്. അതായത് പടത്തിനൊരു പേസ് ഉണ്ട്. ഇനിഷ്യലി ഒരു ഭയങ്കര ഡിസ്കഷൻ ആണ്. ഹീറ്റ് എന്ന് പറഞ്ഞ പടം, ഹീറ്റ് പോലൊരു പടമാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഡിസ്കഷൻ. അല്ലല്ല, കൈകോർത്തുള്ള പരിപാടിയാണ്. അതൊരു 3 പേരുടെ പരിപാടി. 3 പേരുടെ ഒരുമിച്ച് നിന്നാൽ എനിക്ക് തോന്നുന്നു വലിയൊരു ശതമാനം ഓഡിയൻസിനെ ഈ ടീസർ നിരാശപ്പെടുത്തും. കാര്യം അവർ ഉദ്ദേശിക്കുന്ന മറ്റേ മാസ് മസാല ആണെങ്കിൽ, പക്ഷെ പടം അടിപൊളി സാധനമായിരിക്കും. ഈവൻ മാലിക്ക് പോലും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അത് തിയേറ്ററിൽ ഇറക്കിയാൽ നമ്മുടെ ഓഡിയൻസിന് അതിനെ അത്ര നന്നായിട്ട് എടുക്കൂലെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് മാലിക്കുമായിട്ട് കണക്ഷൻ ഉണ്ട്, ബാക്കിൽ നിന്ന് കാണിച്ചു. പക്ഷെ ഇത് ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ ഈ പറഞ്ഞ മറ്റേ ആബ്സല്യൂട്ട് സിനിമയിലേക്ക് പോകുന്ന സാധനമാണ്. പക്ഷെ ഇന്റർനാഷണൽ നമ്മൾ ഈ പറഞ്ഞ ഹോളിവുഡ് ലുക്ക് എങ്ങനെയാണെന്ന് പറയുന്നത് ഓരോരുത്തരുടെ പേരെഴുതി കാണിച്ചപ്പോഴേ ക്യാമറയിൽ എനിക്ക് ക്യാമറ ഫേസ് കുറവായതുകൊണ്ട് എന്റെ ഉള്ളിലെ എമോഷൻ മൊത്തം വന്ന് കാണത്തില്ല. പക്ഷെ അതിങ്ങനെ സീക്വൻസ് ഒന്നും ഭയങ്കര രസം. അതെ, അത് എസ്പെഷ്യലി ഫൈറ്റ്, ഈ കച്ചിയുടെ ഫൈറ്റ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ വരെ ചാർജായി. അതെന്തോ കുറച്ച് പരിപാടിയുണ്ട്. അതിനകത്ത് എന്തോ ഒരു സംഭവം, മറ്റേ മോഹൻലാൽ ഇറങ്ങുമ്പോൾ സ്റ്റെപ്പ് കയറിപ്പോന്ന് ഫ്ലൈറ്റിന്റെ ഡോർ അടയുന്നതാണ്. അത് വീട്ടിനകത്തെ പരിപാടിയാണ്. വീടിനകത്ത്. ഓ, പക്ഷെ അത് മൊത്തത്തിൽ അതിന്റെ ഫ്രെയിമിംഗ് ഒക്കെ അതെ നമ്മൾ പറയുന്ന പോലെ ഒരു ഇന്റർനാഷണൽ പരിപാടിയുടെ സംഭവം. ഫ്രെയിമിംഗ്, ടോണിങ്. അതായത് ഇത്രയും നാളും ഈ പടത്തിനെ പറ്റി ഭയങ്കര മിക്സ്ഡ് എലമെന്റ്. അതായത് ഇതെന്തായിരിക്കും, ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല ആൾക്കാർക്ക്. ഇപ്പൊ എല്ലാവർക്കും ഒരു കുറെ പേർക്ക്, അതായത് എസ്പെഷ്യലി സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാർക്ക് ഇതൊരു ഭയങ്കര നമ്മളൊരു എന്തോ സംഭവം കാണാൻ പോകുന്നുണ്ടെന്നൊരു ഫീലുണ്ട്. പിന്നെ ഈ മാസ്, മറ്റേ അതിരടി മാസ് പരിപാടി അല്ല ഇത്. അത് ആദ്യം വെക്കണം. മറ്റേ BGM ഇട്ട് ഫൈറ്റ് ചെയ്യുന്ന ആ സീൻ ആയിരിക്കത്തില്ല. അതെ, അത് തന്നെ എനിക്ക് തോന്നുന്നു. ഈ സ്പൈ ഏജന്റ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാകുന്നത് അതിനെ കുറച്ച് നന്നായിട്ട് ആ ഫൈറ്റില് ഒരു സീക്വൻസ് മാത്രം അത് മറ്റേ കാറിൽ നിന്ന് പുറത്തോട്ട് വരുന്നത് അറിയാലോ. ബട്ട് നമ്മൾ ഒരു വിഷയമല്ല അത്. അല്ല, ഇനി അത് ഒട്ടും വിഷയമല്ല. അറിയാം പുള്ളിയുടെ സിറ്റുവേഷൻ. അതെ, അപ്പൊ ഇക്കാച്ചിക്ക് ഇതൊരു ഭയങ്കര നല്ല ഒരു എന്താ പറയാ, പുള്ളിയുടെ കംബാക്ക് ട്രിബ്യൂട്ട്. അത് തന്നെ ഈ പടം തിയേറ്ററിൽ ഒരു ഭയങ്കര. പിന്നെ ഈ പടത്തിന്റെ ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ ചിന്തിക്കണ്ട കാര്യം എന്താ വെച്ചാൽ അറിയാലോ, ഏട്ടന്റെ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ഇതെന്നാ റിലീസ് പറയുന്നത്? അടുത്ത വർഷം ഇനി ഷൂട്ടിംഗ് നടന്നോണ്ടിരിക്കും. ഷൂട്ടിംഗ് ഉണ്ടല്ലോ എനിക്ക് 3 ഷെഡ്യൂൾ നല്ലൊരു ദിവസം അല്ലേ? നല്ലൊരു ദിവസം. നമ്മൾ കാന്താര കണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഒട്ടും ഡിസപ്പോയിന്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് റിയാക്ഷൻ ചെയ്യാനുള്ള അവസരം കിട്ടി. കാന്താര കണ്ടിട്ട് വന്നോണ്ടാണോ അറിയത്തില്ല. അതെ, നമ്മളതിനി എടുത്ത് പറഞ്ഞ് കരിവാരി തേക്കണ്ട. മുമ്പോട്ട് പോട്ടെ. ചാർജ് ഐ ആം ചാർജ്.